ഹലോ, ഇന്ന് വീണ്ടും ഒരു സാരി ഉടുക്കാം കേട്ടോ. ഇത് നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഓണത്തിന് കോടി കിട്ടിയതാണ്. നല്ല ഇഷ്ടമാണ് എനിക്ക് കളറ്. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു സാരി ഷേപ്പറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്കേർട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലവണ്ണം ബോഡി ഫിറ്റായിട്ട് തന്നെ നമുക്ക് സാരി ഉടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സാരി ഉടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ കുത്തുന്ന സ്ഥലത്ത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കണം. അല്ലാണ്ട് ഇങ്ങനെ വീർത്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കേ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തുമ്പത്ത് സാരി തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിട്ട് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഏത് ചെരുപ്പാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹീൽസ് ആണെങ്കിൽ ആ ഹീൽസ് ഇട്ടിട്ട് തന്നെ സാരി ഉടുക്കണം. അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ ഇന്ന് ഹീൽ ഇടുമ്പോൾ ഈ സാരി ഭയങ്കരമായിട്ട് കയറി നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചെരുപ്പ് ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ ഹീൽസ് അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, ഫ്ലാറ്റ് ചപ്പലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കാം. ഇനി അങ്ങനല്ല, കുത്താൻ താല്പര്യം ഇല്ലയെന്നാണെങ്കിൽ കുത്തണ്ട, നേരെ വലിച്ച് ചുരുട്ടി കുത്തത്തില്ലേ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സേഫ്റ്റി പിൻ വെച്ച് കൊടുത്തു, കാരണം ഇത് ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ ഇത് പ്രീ പ്ലീറ്റ് ചെയ്യണം, തേച്ച് നേരത്തെ അയൺ ചെയ്ത് പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് അയൺ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നിൽക്കും. അല്ലാത്ത പക്ഷം ഇത് കുറച്ച് ടഫാണ് കേട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പിന്നീട് നമ്മൾ ഞൊറി എടുത്തു. ഞാൻ ഫുൾ അവിടെ നിന്ന് അങ്ങ് അറ്റത്തുനിന്ന് തന്നെ ഇങ്ങനെ അറ്റം വരെ ഞൊറി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലീറ്റ് കിട്ടുമേ. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ ലാസ്റ്റ് വല്ലാണ്ട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പോർഷൻ കൂടെ എടുത്തിട്ട് ഒന്നാക്കണം. അപ്പം നല്ല കറക്റ്റായിട്ട് വരുമേ. ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ജസ്റ്റ് അമ്മേനെ കൊണ്ട് അതൊന്ന് പിടിപ്പിച്ചു, കാരണം ഇത് കുറേ ചെയ്താലേ ഉള്ളൂ നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ നമ്മൾ ഹെയർ സ്ട്രൈറ്റ്നർ ഇല്ലേ, അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിക്ക് സെറ്റായി കിടക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ട് അതും പറ്റിയില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ട്. റീപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് നേരത്തെ അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒന്നായിട്ട് തന്നെ കിടന്നോളൂ. അപ്പോൾ ഞാനങ്ങനെ പൊതുവേ ചെയ്യാറില്ല, അപ്പോൾ എടുക്കലാണ് കേട്ടോ പതിവ്. പിന്നെ അവിടെ ഒരു പിന്നൂടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുകയുള്ളൂ. ആ മെറ്റീരിയലിൻ്റെ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ മെറ്റീരിയൽ കുറച്ച് സിൽക്കി അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ചെയ്യാൻ ഒരു വള സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.